ഈശോയിൽ പ്രിയമുള്ളവരെ, കുറേ നാളുകളായി സീറോ മലബാർ സഭ എന്ന സ്വയാധികാരമുള്ള ഒരു സഭ നിസ്സാരമായ ഒരു റൂബ്രിക്കിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വളരെയേറെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വചനാധിഷ്ഠിതമായ ദിവ്യബലി അർപ്പണമാണ് ജനാഭിമുഖ കുർബാന. പാരമ്പര്യത്തിൻ്റെയോ മറ്റ് ഏത് പേരുകളിലാണെങ്കിലോ ഒക്കെ മറ്റു രീതിയിലുള്ള കുർബാനകളും കത്തോലിക്ക സഭയിലുണ്ട്. നിർഭാഗ്യവശാൽ സീറോ മലബാർ സഭയിൽ മാത്രം ഈ കുർബാനക്രമത്തെ, അതും ജനാഭിമുഖമായ കുർബാനക്രമത്തെ, വചനാധിഷ്ഠിതമായിട്ടുള്ള കുർബാനക്രമത്തെക്കുറിച്ച് അനാവശ്യമായ വഴക്കുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ശരിയായ പഠനങ്ങളോ വചനാധിഷ്ഠിതമായ ചിന്തകളോ ഒന്നും നടത്താതെ കുറേ ആളുകളെ കൊണ്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറി പറപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കോടതി കേസ് കൊടുത്തുമൊക്കെ നടപ്പിലാക്കിയെടുക്കാനായിട്ട് നടത്തുന്ന ചില ശ്രമങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. കത്തോലിക്ക സഭയിൽ അംഗങ്ങളെന്ന നിലയിൽ എല്ലാത്തിനോടും തുറവിയോടുകൂടി ജീവിക്കേണ്ട ഒരു സമൂഹം ഇപ്പോൾ വളരെ ശോചനീയമായ രീതിയിൽ, പ്രത്യേകിച്ച് അനീതികളുടെ ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു അതിരൂപത, അതും ഈ സീറോ മലബാർ സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള അതിരൂപതയെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ട് 6.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഇടയനില്ലാത്തൊരവസ്ഥയുണ്ടാക്കിയിട്ട് അവർ പറയുന്നത് കേൾക്കാനോ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ഉള്ള അവസ്ഥയില്ലാതെ ആക്കിയിട്ട് തീരുമാനങ്ങളെല്ലാം അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തീയമല്ല എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മുടെ സിനഡിലുള്ള പിതാക്കന്മാർ മറന്നു പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. നീതിപൂർവം കേൾക്കപ്പെടാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും, ഓരോ വ്യക്തികൾക്കും ഉണ്ട്, ഓരോ സഭയിൽ. അതിനു പകരം അതൊന്നും മാനിക്കാതെ സഭയിൽ നടക്കുന്ന ഏകീകരണ പ്രക്രിയ അത് വളരെയേറെ മുറിപ്പെടുത്തപ്പെടുമെന്നുള്ളത് നിസ്തർക്കമാണ്. സ്വയാധികാര സഭയായി ഉയർത്തിയതിന് ശേഷമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സീറോ മലബാർ സഭയിലെ ഒരു രൂപതയാണ് ഗോരഖ്പൂർ രൂപത. ഗോരഖ്പൂർ രൂപതയിൽ കത്തീഡ്രലിൽ ഇന്നും അവിടുത്തെ മെത്രാനോ മറ്റാരോ ആണെങ്കിലും ബലിയർപ്പിക്കുന്നത് ലത്തീൻ ക്രമത്തിലാണ്, ജനാഭിമുഖമായിട്ടാണ്. ഒരു കത്തീഡ്രൽ പള്ളിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക അനുവാദം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയെല്ലാം അനുവാദം എല്ലാം കിട്ടാനായിട്ട് സൗകര്യം ഉണ്ടായിട്ട് പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിശ്വാസികൾക്ക് ജനാഭിമുഖമായ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്, അത് കൊടുക്കില്ല എന്ന് പറയുന്നത് ഏറ്റവും സഭയിൽ നടക്കുന്ന ഏറ്റവും അനീതിപരമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി കച്ചവടമാണ്. അതിനെതിരെ യാതൊരുവിധ നടപടിയും നടന്നിട്ടില്ല. ആകെ ഒരാശ്വാസമുള്ളത് അതിന് കാരണക്കാരനായ കർദിനാൾ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് എന്നുള്ളതാണ്. നിലവിൽ ഒരു സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പിന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാത്തിടത്ത് ഇങ്ങനൊരു രാജി ഉണ്ടായി എന്നുള്ളത് അത് സഭയിലുണ്ടായ ഒരു നടപടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ ഒരുപക്ഷെ അത് നടപടിയല്ലെന്ന് കരുതുന്നവരും ഉണ്ടാകാം. നടപടിയാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു വിഷയമല്ല. മറിച്ച് അനീതിയോടുകൂടി കുറച്ച് ആളുകളെയൊക്കെ ഇളക്കി വിട്ട് ആളുകളുടെ ഇടയിൽ ഭിന്നതകളൊക്കെ ഉണ്ടാക്കി കുറച്ചുപേരെ തങ്ങളുടെ കൂടെ നിർത്താനായിട്ട് ഗൂഢശ്രമങ്ങൾ നടത്തിയൊക്കെ ചെയ്യുന്ന ഈ പരിപാടികളൊന്നും ക്രിസ്തീയമല്ല. അത് സഭയെ വളർത്തില്ല, അടുത്ത തലമുറയെ വളർത്തില്ല. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഒരുപാട് യുവജനങ്ങൾക്ക് പ്രേരണ നൽകും. ഇത് തിരിച്ചറിയാതെ സിനഡിലെ പിതാക്കന്മാർ പോകുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആശാവഹമായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ സിനഡ് കൂടുന്നതിന് മുൻപ് തന്നെ സർക്കുലർ ഇറക്കിക്കൊണ്ട് ആദ്യം അതിൻ്റെ കോപ്പി ചോരുകയും പിന്നീട് ഒറിജിനൽ പുറത്തു വരികയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള ഇതൊക്കെ നടക്കുന്നത് സഭയിലെ രാഷ്ട്രീയ കളികളുടെ കാലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതൊരിക്കലും ക്രിസ്തീയമാണെന്ന് വിശ്വസിക്കാനായിട്ട് ശരിയായൊരു വിശ്വാസിക്കോ
മറ്റുള്ള മതങ്ങളിലുള്ള ആളുകൾക്കോ കഴിയില്ല. കാരണം സിറോ മലബാർ സഭ അത്രയേറെ ഉന്നതമായ ചിന്തകളും ധാർമ്മിക ബോധവും ഒക്കെ പുലർത്തിയിരുന്ന ഒരു സഭയാണ്. ഭിന്നതകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള മനസ്സ് ഈ സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർത്താമൻ കുരിശെന്ന് ഓമന പേരിട്ടിരിക്കുന്ന ആ കുരിശ് പള്ളികളിലൊക്കെ വന്നത്. അന്നുണ്ടായിരുന്ന വർക്കിപ്പിതാവായിട്ട് കർദിനാൾ ആൻ്റണി പടിയറ പിതാവാകട്ടെ, അവരൊക്കെ അന്ന് അനുവദിച്ചതുകൊണ്ടാണ്, മൗനമായിട്ടില്ലെങ്കിൽ അനുവാദം നൽകിയതുകൊണ്ടാണ് ആ കുരിശ് അൾത്താരകൾ വരാനും മറ്റുമൊക്കെ കാരണമായത്. അപ്പോൾ അതിനെയും കൂടി അംഗീകരിക്കാതെ വിശ്വസിക്കുന്നവരെ അംഗീകരിക്കാമെന്നൊക്കെ മനസ്സ് കാണിച്ചതുകൊണ്ടാണ്. വാസ്തവത്തിൽ നമുക്കറിയാം, പുരാതനമായ പാരമ്പര്യത്തിൻ്റെ യാതൊന്നും പേറുന്ന അല്ലെന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്ന പാരമ്പര്യമെല്ലാം പറയുന്ന രൂപതകളിലോ ഒന്നും തന്നെ പഴയ ഒരു പള്ളിയിൽ പോലും തന്നെ ഇത് കുരിശ് കാണാനില്ലായിരുന്നു. അപ്പം ക്രൂശിത രൂപത്തെ അവഹേളിച്ചുകൊണ്ട് ഇതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടും മറ്റുമൊക്കെ നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പിതാക്കന്മാർ സിനഡ് കൂടുമ്പോൾ അവർ ഒന്ന് ആത്മശോധനയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വിശ്വാസികളെയും വൈദികരെയൊക്കെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഉണ്ടാക്കുന്ന ആത്മീയമായ തകർച്ച വളരെ വലുതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം നടപ്പിലാക്കേണ്ടത് കുറച്ചുപേരെ അതിനുവേണ്ടി ഇറക്കി പുറപ്പെടുവിച്ച് ചീത്ത വിളിച്ചോ തെറി പറയിപ്പിച്ചോ ഒന്നും അല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സിലേക്ക് വരേണ്ടതുകൊണ്ട് ഏകീകരണമല്ല സഭയുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം എന്ന് ഒരു എളിയ അഭ്യർത്ഥനയോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കാനായിട്ട് സിനഡിലെ പിതാക്കന്മാർക്ക് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.